ഇന്ന് വയനാട്ടിൽ കാട്ടാന ആക്രമണത്തിൽ പരുക്കേറ്റ ഫോറസ്റ്റ് താത്കാലിക ഉദ്യോഗസ്ഥൻ പോൾ മരണമടഞ്ഞുവെന്ന വാർത്ത ഇന്ന് സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി നമ്മൾ അതിന്റെ വിശദാംശങ്ങൾ നൽകിയിരുന്നു. തുടർച്ചയായി വയനാട്ടിൽ ഉണ്ടാകുന്ന ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ചപ്പോൾ നാളെ LDF കൂടി വയനാട്ടിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തു എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. നേരത്തെ UDF ഹർത്താൽ ആഹ്വാനം നൽകിയിരുന്നു. കഴിഞ്ഞ 17 ദിവസത്തിനിടെ 3 പേർ കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിലാണ് കാട്ടാന ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിൽ ശാശ്വത പരിഹാരം കാണണം, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി ഇടപെടണമെന്നതാണ് LDFന്റെ ആവശ്യം. നാളെ UDF LDF ഹർത്താലാണ് വയനാട്ടിൽ. ഒപ്പം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഈ വിഷയത്തിൽ വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ നടപടിയെടുക്കുമെന്ന ഉറപ്പ് വനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് വരുന്നു. വനംവകുപ്പിന്റെ ശ്രദ്ധ വയനാട് ദൗത്യത്തിലായിരുന്നു, ബേലൂർ മഖ്ന ദൗത്യത്തിലായിരുന്നു. ദൗർഭാഗ്യകരമാണ് വാച്ചർ പോളിന്റെ മരണം. കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്ന് വനംമന്ത്രി AK ശശീന്ദ്രനും അറിയിക്കുന്നു. സുർജിത്ത് അയ്യപ്പത്തുണ്ട്. സുർജിത്ത്, നാളെ LDF UDF ഹർത്താലാണ്. അവിടെ വലിയ പ്രതിഷേധമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഹർത്താൽ നാളെ എത്ര മണി വരെയാണ്, എത്ര മണി മുതൽ ആരംഭിക്കും? ഹർത്താലുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, ഒപ്പം തന്നെ അവിടെ പ്രദേശവാസികളുടെ നിലവിൽ അവർ പറയുന്നത് എന്താണ് ചുരുക്കി? അനുജ, നാളെ രാവിലെ 6 മണി മുതൽ 6 മണി വരെയാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. UDF ഹർത്താലിന് ആഹ്വാനം ചെയ്തു. അതോടൊപ്പം തന്നെ LDFും നിലവിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. BJP ഹർത്താലിലേക്ക് എത്തുമെന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമ്മൾ ജില്ലാ പ്രസിഡന്റിനെ ബന്ധപ്പെട്ടപ്പോൾ വ്യക്തമായിട്ടുള്ളത്. ജില്ലാ പ്രസിഡന്റ് അല്പസമയം മുമ്പ് നമ്മോട് സംസാരിച്ചതാണ്. അദ്ദേഹം സംസ്ഥാന നേതൃത്വവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ അനുമതി കൂടി ലഭിക്കുന്ന മുറയ്ക്ക് ഹർത്താലിന് ആഹ്വാനം ചെയ്യുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറും. അങ്ങനെയെങ്കിൽ ഇത് സർവകക്ഷി ഹർത്താലായിട്ട് മാറാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഒരുപക്ഷെ ഈ ദുരന്തമുണ്ടായിരിക്കുന്നത്, അതായത് രണ്ടാമത്തെ ദുരന്തമായി ഒരാഴ്ചക്കിടെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നു. ഇത് ആവർത്തിക്കുന്നു. വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ഹർത്താലിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പാക്കത്തെ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ്. വീട്ടിലേക്ക് രാഷ്ട്രീയ പ്രവർത്തകരും ഒപ്പം തന്നെ നാട്ടുകാരും എല്ലാം തന്നെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ദുരന്തം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ആ ഒരു സ്ഥിതിയിൽ ഇത്തരത്തിൽ പ്രതിഷേധത്തിലേക്ക്, കടുത്ത രീതിയിലുള്ള പ്രതിഷേധം എന്നുള്ള തലയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഇത് വന്യമൃഗ ശല്യം തുടർച്ചയായി ഉണ്ടാകുന്ന മേഖലയാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ കാട്ടാനയെ കണ്ടു എന്നുള്ള തരത്തിലുള്ള വിവരമാണ് ആളുകൾ വ്യക്തമാക്കുന്നത്. ഇതിനിടയിലാണ് ഇങ്ങനെ ഒരു ദുരന്തം കൂടി സംഭവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. ആളുകൾ കടുത്ത രീതിയിലുള്ള പ്രതിഷേധമാണ്. ഇദ്ദേഹം ഒരു തികച്ചും സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ്. വീട് പോലും ഒരു തേക്കാത്ത വീടാണുള്ളത്. ഭാര്യയും ഒരു പെൺകുട്ടിയുമുണ്ട്. അത്തരത്തിൽ തൊഴിലെടുത്ത് ജീവിതം പുലർത്തിയിരുന്ന ഒരു സാധാരണ മനുഷ്യൻ, ആ മനുഷ്യനാണ് ഇങ്ങനെ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അത് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് വഴിമാറുന്ന സ്ഥിതിയാണുള്ളത്. നേരത്തെ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ രണ്ടാമത്തെ മരണമാണ്. നേരത്തെ ചാലിഗദ്ദയിലെ അജിയുടെ മരണം സംഭവിച്ചു. അതിന് തുടർച്ചയായി വീണ്ടും ഈ അവസ്ഥയിൽ കനത്ത രീതിയിലുള്ള പ്രതിഷേധം എന്നുള്ള നിലയിൽ തന്നെ ആളുകൾ ഇതിനെ കാണുന്നത്. ഇതിന് ശാശ്വതമായ പരിഹാരം വേണം. ഈ വിഷയത്തിൽ വനം മന്ത്രി ഇത്രയും വലിയ ദുരന്തമുണ്ടായിട്ടും ഈ മേഖലയിലേക്ക് എത്തിപ്പെടുന്നില്ല എന്നുള്ള ഒരു അമർഷം ആളുകൾ ഉന്നയിക്കുന്നുണ്ട്. പ്രദേശവാസികൾ വലിയ പ്രതിഷേധത്തിലാണ്. നാളെ വയനാട്ടിൽ LDFും UDFും ഹർത്താലിന് ആഹ്വാനം ചെയ്തു. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. വന്യജീവി ആക്രമണത്തിന് ശാശ്വതമായ പരിഹാരം വേണം എന്നുള്ളതാണ് ആവശ്യം.